സൂറത്ത് യാസീൻ റഹ്മാനായ റബ്ബന്താ പറഞ്ഞത്? ലിയുൻതിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള ഈ ഗ്രന്ഥം, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം. മനസ്സിലായോ? സത്യനിഷേധികൾക്ക് ശിക്ഷ സ്ഥിരപ്പെട്ടു എന്ന് പഠിപ്പിക്കാനുമാണ് ഈ ഗ്രന്ഥം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കുപ്പിയിൽ മരുന്ന്, ആ കുപ്പിയിൽ സീലൊക്കെ വെച്ച് ഭദ്രാക്കി കോർക്ക് വെച്ച് കൂട്ടി, ആ കുപ്പിയുടെ പുറത്ത് ഇത് ക്യാൻസറിനുള്ളതാകുന്നു എന്ന് എഴുതി. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോ. ക്യാൻസറിനുള്ളതാകുന്നു, ഇത് ക്യാൻസർ രോഗം മാറാനുള്ളതാകുന്നു എന്ന് പറഞ്ഞ ഒരു കുപ്പിയുടെ മുകളിൽ ആ കുപ്പി എന്ത് ചെയ്തു? ബാപ്പാക്ക് ക്യാൻസർ രോഗം ബാധിച്ച ബാപ്പാന്റെ പിന്നെ കട്ടിലിന്റെ നേരെ മുകളിൽ തട്ടിൽ അവിടെ കൊണ്ടുപോയി വെച്ചു. ബാപ്പ മരിച്ചെന്ന് ഉറപ്പായപ്പോ ബാപ്പാന്റെ വായ ഇങ്ങനെ പൊളത്തിയിട്ട് അതിലേക്ക് ഈ മരുന്ന് വെച്ചിട്ട് എന്റെ അപ്പന്റെ ക്യാൻസർ മാറാനാന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണടപ്പിനൊന്നും അത് കൊടുക്കണ്ടേ? ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബാപ്പാന്റെ രോഗം മാറാൻ അതിവിദഗ്ധനായ ഒരു ഡോക്ടർ ഇത് ക്യാൻസർ മാറാനാണ് മരുന്ന് കൊടുത്തത്. അതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ചതിന് സീലൊക്കെ വെച്ച് അടിച്ച് മുറുക്കി കമ്പിയൊക്കെ ഇട്ട് കെട്ടി അത് നേരെ എന്ത് ചെയ്തു? അട്ടത്തോടെ വെച്ചു. ബാപ്പ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ബാപ്പാന്റെ വായ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ പിടിച്ച് തൊള്ള തുറപ്പിച്ചിട്ട് അതിലേക്ക് അമ്മ അരുന്ന് വയ്ക്കുന്ന ഒരു മകന്റെ വിഡ്ഢിത്തങ്ങൾ ഓർത്ത് നോക്ക്. അതുപോലെയാണ് ബാപ്പ മരിച്ചെടുത്ത് യാസീൻ ഓതുന്നവരുടെ കഥ.